നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിറക്കൽ ചെറുപുഴ തോടിലേക്ക് ശുദ്ധജലം ഒഴുക്കുവാനുള്ള പദ്ധതിക്ക് തുടക്കമാകും. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സുന്നി യുവജന സംഘം ചാമക്കാലയിൽ സംഘടിപ്പിച്ച ജില്ലാ പാഠശാലയ്ക്ക് സമാപനമായി. വിശദമായ വാർത്തകളിലേക്ക്. കൂത്തുമാക്കൽ ഷട്ടറിൽ നിന്ന് ചിറക്കൽ ചെറുപുഴ തോടിലേക്ക് ശുദ്ധജലം ഒഴുക്കുവാനുള്ള പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നു. VS സുനിൽകുമാർ MLAയും വകുപ്പ് മേധാവികളും ശനിയാഴ്ച പദ്ധതി പ്രദേശം സന്ദർശിച്ചു. താണിശ്ശേരി കനോലി കനാലുകൾ സംഗമിക്കുന്ന ഭാഗമാണ് കൂത്തുമാക്കൽ. വർഷത്തിൽ അധിക സമയവും ശുദ്ധജലം പ്രവഹിക്കുന്ന താണിശ്ശേരി കനാലിൽ നിന്ന് കൂത്തുമാക്കൽ ഷട്ടർ വഴി കനോലി കനാലിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് പതിവ്. താണിശ്ശേരി കനാലിൽ അധികവും വരുന്ന ജലം ടണൽ വഴി ചിറക്കൽ ചെറുപുഴ തോടിലേക്ക് കടത്തിവിട്ടാൽ എടത്തുരുത്തി പഞ്ചായത്തിൽ 80 ഏക്കറോളം സ്ഥലത്ത് കൃഷി പുനരുജ്ജീവിപ്പിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. ഈ പദ്ധതിയല്ല, ഇതിവിടെ വളരെ കാലങ്ങളായി 10-14 വർഷമായിട്ട് ഈ കൂത്തുമാക്കൽ ഷട്ടറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചിറക്കൽ ചെറുപുഴ കനാല് വഴി എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലേക്കുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ശുദ്ധജലം, അവിടേക്ക് ശുദ്ധജലത്തിനോട് കൂടിയിട്ട് അവിടെയുള്ള സലൈൻ വാട്ടറിൻ്റെ കടന്നുവരവ് ഒഴിവാക്കിക്കൊണ്ട് അവിടെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് തരത്തിൽ രണ്ട് പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിലും ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു വികസന പദ്ധതി എന്ന് പറയുന്നത് ഒരു 15 വർഷമായിട്ട് ഉള്ളൊരു പ്രപ്പോസലാണ്. കൃഷ്ണൻകണി അമ്പ്രമ്പിൽ മന്ത്രി MLA ആയിരിക്കുന്ന കാലം മുതൽ ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ പല കാരണങ്ങളാൽ അതിൻ്റെ തടസ്സങ്ങൾ മൂലം അതിനുവേണ്ടി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് MLAയുടെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ട് തന്നെ ഇത് ആദ്യം വെള്ളം വരാനുള്ള പരിപാടി ആദ്യം നടത്തുകയും സമാന്തരമായി പൈനൂർ കായലിൽ നിന്നുള്ള വെള്ളം കടത്തിവിടാനുള്ള പദ്ധതി വേറെ നടക്കുന്നുണ്ട്. ഈ രണ്ട് രൂപത്തിലും ഈ ചിറക്കൽ ചെറുപുഴ കനാലിലേക്ക് വെള്ളം കടത്തിവിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. കൃഷി ഒരു 80 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി പുനരാരംഭിക്കാൻ കഴിയും. അതിന് പുറമെ കരകൃഷിയും വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതി. ഇത് ഈ ഒരു പദ്ധതി നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസനമായിരിക്കും ഉണ്ടാകുമ്പോൾ. പദ്ധതി പ്രദേശം സന്ദർശിച്ചതിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷും മറ്റ് ജനപ്രതിനിധികളും കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിലും VS സുനിൽകുമാർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA വിതരണം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ സഹായിക്കാനും അശരണരായ പാവപ്പെട്ടവരെ ഈ സമൂഹത്തിൽ അവർക്ക് എന്തെങ്കിലും നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ നന്മ ചെയ്യാൻ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഈ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ ജനസമൂഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഈ സഹാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അദ്ദേഹം ഇവിടെ അഭ്യർത്ഥിക്കേണ്ടത്. അത് സമൂഹത്തിന്റെ തന്നെ നമ്മുടെ വളരുന്ന വിദ്യാർത്ഥികൾക്കും യുവജന സമൂഹത്തിനും ഒരു മാതൃകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു വർഷം പോലും മുടക്കാതെ വിവിധ എൻഡോമെന്റുകൾ പ്രിയപ്പെട്ട വിജയികളായി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സാധാരണക്കാരായ കുടുംബത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ഈ അവസരത്തിൽ നേടിക്കൊടുക്കുന്നത്. അത് സഹാരികളെ സഹായിക്കുന്ന വലിയൊരു നേട്ടം തന്നെയാണ് വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സ്ഥലത്ത് തന്നെ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ഇവിടെ ആരംഭിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട തോമസ് മാഷ് സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഈ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള 7 എൻഡോമെന്റുകളാണ് വിതരണം ചെയ്തത്. ബാങ്ക് ഡയറക്ടർ CK കുട്ടൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികല ശ്രീവത്സൻ, പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണവേണി പ്രമോദ്, ലതിക ബാലതിലകൻ, VG സദാനന്ദൻ, സതി രാമചന്ദ്രൻ, ഷെരീഫ ബാവ, CP പ്രദീപ് എന്നിവരും സംസാരിച്ചു. തൃപ്പയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഇല്ലും നിറയും പുത്തരി നിവേദ്യവും നൽകലും ഭക്തി പുരസരം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 7:30-നും 9:00-നും മധ്യയായിരുന്നു ഇല്ലം നിറ നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ധർമ്മപാലൻ മാസ്റ്റർ, സെക്രട്ടറി ശ്രീധരൻ ചെരുവിൽ, ട്രഷറർ ഭരതൻ വളവത്ത് എന്നിവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
സപ്ലൈകോ ചാവക്കാട് ഡെപ്പോയ്ക്ക് കീഴിലുള്ള ഓണച്ചന്തകൾ തിങ്കളാഴ്ച തുടങ്ങും. 29 മിനി ഓണച്ചന്തകളും 4 ഓണം മാർക്കറ്റുകളുമാണ് ആരംഭിക്കുന്നത്. കയ്പമംഗലം, നാട്ടിക, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളായി നടക്കുന്ന ഓണം മാർക്കറ്റുകൾ യഥാക്രമം മതിലകം ബസ് സ്റ്റാൻഡ്, വലപ്പാട് മാവേലി സ്റ്റോർ, കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ് പരിസരം, എക്സൈസ് ഓഫീസ് സമീപം, കോടയിൽ കോംപ്ലക്സ് എന്നിവിടങ്ങളിലായിരിക്കും നടക്കുക. അതത് മണ്ഡലങ്ങളിലെ MLA-മാരായ VS സുനിൽകുമാർ, ഗീതാ ഗോപി, TN പ്രതാപൻ, KV അബ്ദുൽ ഖാദർ എന്നിവർ ഉദ്ഘാടനം നിർവഹിക്കും. അരി, പലവ്യഞ്ജനങ്ങൾ, ശബരി ഉൽപ്പന്നങ്ങൾ, വെളിച്ചെണ്ണ, പച്ചക്കറി, ഏത്തക്കായ തുടങ്ങിയവയാണ് പ്രധാന വിൽപ്പന വസ്തുക്കൾ. BPL അന്ത്യോദയ കാർഡുകൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം ചൊവ്വാഴ്ച വരെ തുടരും. കൊടുങ്ങല്ലൂരിലെ ഓണം മാർക്കറ്റ് ഞായറാഴ്ച വൈകിട്ടും ബാക്കിയുള്ളവ തിങ്കളാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോ നടത്തുന്ന ഓണച്ചന്തയിൽ നിന്ന് 750 രൂപയുടെ ശബരി നോൺ മാവേലി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 50 രൂപയുടെ ശബരി ഉൽപ്പന്നങ്ങളും സമ്മാന കൂപ്പണും സൗജന്യമായി ലഭിക്കും. 1500 രൂപയുടെ ശബരി നോൺ മാവേലി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപയുടെ ശബരി ഉൽപ്പന്നങ്ങളും 2 സമ്മാന കൂപ്പണുകളും സൗജന്യമായി ലഭിക്കും. കയ്പമംഗലം കാളമുറി മസ്ജിദുൽ മുബാറക്കിന് കീഴിൽ പ്രദേശത്തെ ഹാജിമാർക്ക് യാത്രയയപ്പും പഠന ക്ലാസും നൽകി. VM ഹസൻ മൗലവി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ആദം മൗലവി ക്ലാസ് നയിച്ചു. PV ഇബ്രാഹിം, മാലിക് വീട്ടിക്കുന്ന് എന്നിവരും സംസാരിച്ചു. അത് നമുക്ക് നിർവഹിക്കാൻ നമ്മൾ യോഗ്യരായാൽ, നമ്മൾ ബാധ്യസ്ഥരായാൽ, പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആ യോഗ്യത നമ്മൾ നേടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ വർഷാവർഷം അല്ലെങ്കിൽ സമയാസമയങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഹജ്ജിന്റെ രണ്ടാമത്തെ സവിശേഷത അതാണ്. മൂന്നാമത്തെ സവിശേഷത, നമ്മളിപ്പോൾ ഹജ്ജ് ചെയ്യാൻ നമ്മുടെ സഹോദരന്മാരെയും സഹോദരന്മാരെയും യാത്ര അയക്കുകയാണ്. എന്തിനാ യാത്ര അയക്കുന്നത്? ഹജ്ജ് ചെയ്യണമെങ്കിൽ മക്കയിലേക്ക് എത്തണം. നിശ്ചിത സ്ഥലബന്ധിതമാണ് ഹജ്ജ് ചെയ്യുന്നത്. കഅബയും പരിസരവും, ഹറമും പരിസരവും, അവിടെ ചെന്നുകൊണ്ടേ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയും. മറ്റൊരു ആരാധനകർമ്മം ഇങ്ങനെ സ്ഥലബന്ധിതമായ അവസ്ഥ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് നമസ്കരിക്കാം. അതിൽ നിർണ്ണയിക്കപ്പെട്ട ശുദ്ധിയും മുക്തിയൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇടവേള.